പ്രൈസ് ദി ലോർഡ്. 86 സങ്കീർത്തനത്തിന്റെ 7 വാക്യം. നീ എനിക്ക് ഉത്തരം അരുളുകയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. നീ എനിക്ക് ഉത്തരം അരുളുകയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ സങ്കീർത്തനം ദാവീദിന്റെ പ്രാർത്ഥനയാണ്. 7 വാക്യം തന്റെ ആത്മവിശ്വാസത്തെ പ്രകടമാക്കുന്നു. ജീവിതത്തിൽ മനുഷ്യരുടെ സഹായം പരിമിതമാണ്, എന്നാൽ ദൈവത്തിന്റെ സഹായം പരിപൂർണമാണ്. ഒത്തിരി സഹായഹസ്തങ്ങളൊക്കെ ദാവീദ് രാജാവിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതെല്ലാം വ്യർത്ഥമായി തന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തന്റെ സഹായകനായി തന്റെ കഷ്ടദിവസത്തിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ പ്രാപ്തനായി താൻ കാണുന്നത് സർവശക്തനായ കർത്താവിനെയാണ്. തന്റെ ഏത് സാഹചര്യത്തെയും, യുദ്ധങ്ങൾ, ഒറ്റപ്പെടലുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഏത് വിഷയത്തിന്മേലും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സർവശക്തനായ കർത്താവാണെന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം വളർത്തുക. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലേക്കും മറുപടിയായി, പ്രവൃത്തിയായി, തക്ക സമയത്ത് സർവശക്തനായ ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സക്കരിയാവ്, എലീശബത്ത് അവരുടെ ജീവിതത്തിൽ തലമുറകളില്ലാതെ അനേക വർഷങ്ങൾ മുൻപോട്ട് പോയി. എന്നാൽ ഒരു വേള കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതാ ആലയത്തിലേക്ക് ധൂപപീഠം കാട്ടുവാനായി കയറി വന്ന സക്കരിയാവിന്റെ അടുക്കൽ നിന്ന് ദൂതൻ പറയുകയാണ്, സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. അതെ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമായി നിൽക്കുമ്പോൾ, മാനുഷിക സഹായങ്ങൾ പരിമിതമായി നിൽക്കുമ്പോൾ, ഏത് തലത്തിലും യാതൊരു പ്രവൃത്തിയും അസാധ്യമായി നിൽക്കുമ്പോൾ, ഇതാ അസാധ്യതകളെ സാധ്യമാക്കുന്ന, അത് തലമുറകളുടെ വിഷയത്തിലായാലും മറ്റ് സാമ്പത്തികമായ മേഖലകളിലായാലും മറ്റ് കഷ്ടതകളിലും കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൊക്കെ ആയാലും വിഷയത്തിന്റെ കഠിനത ഏതുമായിക്കൊള്ളട്ടെ, അതിനപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം തന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കും. ദൈവത്തിന്റെ പ്രവൃത്തി സഹായകമായി നിൽക്കുക തന്നെ ചെയ്യും. അതേ, സക്കരിയാവിന്റെ പേര് പറഞ്ഞ് സക്കരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക്, സക്കരിയാവിന്റെ വിഷയം തലമുറയെ കുറിച്ചുള്ള വിഷയങ്ങളായിരുന്നു. ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുത്തുവെങ്കിൽ, നിങ്ങളുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, കഷ്ടദിവസത്തിൽ ഉറപ്പോടെ വിളിക്കുക. ദൈവത്തിൽ നിന്ന് ഉത്തരമുണ്ട്, ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ട്. അതേ, സ്ഥിരമായ പ്രാർത്ഥനാ ജീവിതം വളർത്തുക. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളോടൊപ്പമുണ്ട്. ആകയാൽ ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.